പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ അനവർത്ഥമാകുന്നത് പലപ്പോഴും നമുക്ക് അനുഭവിക്കാനായിട്ടുണ്ട്. കർത്താവിനോട് സ്നേഹം ചേർന്ന് നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും അവന്റെ പാതയിൽ പൂവിരിച്ച പരവതാനികളാണെന്ന് വിചാരിക്കരുത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തോട് ഐക്യപ്പെടുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും അസംഖ്യമാണ്, അല്ലെങ്കിൽ സംഘാതീതമാണ് എന്ന് ഇന്ന് വചനം പറയുക. പക്ഷെ അവയിൽ നിന്നെല്ലാം കർത്താവ് നിന്നെ മോചിപ്പിക്കും. അവൻ നിന്റെ അസ്ഥിയെ ഒന്നുപോലും, കർത്താവ് നിന്റെ അസ്ഥിയെ കാത്തുസൂക്ഷിക്കുന്നു, നിന്റെ അസ്ഥിയെ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. വചനം കറക്റ്റാ. ദൈവത്തോട് ചേർന്ന് കേൾക്കുന്നതല്ല, ദൈവത്തോട് വിശ്വസ്തത ഉണ്ടായിരുന്ന ഒരു ദൈവവൈതല പോലെ ജീവിച്ചാൽ ദൈവത്തോട് കൂടുതൽ വിശ്വാസമുള്ളവനും ദൈവത്തോട് നീതിയുള്ളവനുമായിരുന്ന പുത്രൻ തമ്പുരാൻ അല്ലേ. അവന്റെ ജീവിതത്തില് ജനനം മുതൽ മരണം വരെ കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും സംഖ്യാതീതമായിരുന്നു. പക്ഷെ വചനം പറയുന്നു, അവന്റെ അസ്ഥി ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. അല്ലെ, വിലാപ്പുറത്ത് കുത്തി അവിടുത്തെ രക്തവും വെള്ളവും ഒഴുകും പറയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവന്റെ അസ്ഥിയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന വചനം നിറവേറി. വീണ്ടും നമുക്കറിയാം, സൗള് എന്ന പൗലോസ് കടലിലൂടെ ഒഴുകി നടന്നു അല്ലെ. 40 അടി, 40 മുകളിലുള്ള അടികൾ വാങ്ങിച്ചെടുത്തു. പലപ്പോഴും സുവിശേഷ യാത്രക്കിടയിലെല്ലാം ദുഃഖങ്ങളും വേദനകളും കഷ്ടതകളും ഇങ്ങനെ ദാരിദ്ര്യവും വേദനയും എല്ലാമായിരുന്നു പൗലോസിന്റെ ജീവിതത്തിൽ. പക്ഷെ അവന്റെ ജീവിതത്തിലെല്ലാം കർത്താവിന്റെ ശക്തമായ സംരക്ഷണം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ യോസഫ് പൊട്ടക്കിണറ്റിൽ നിന്ന് ഫറവോയുടെ രാജ്യത്തിന്റെ മുഴുവൻ സ്ഥാനം കിട്ടുന്നത് വരെയുള്ള യാത്രയിൽ അവന്റെ ജീവിതത്തിൽ മുഴുവൻ കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവവൈതലെ, നിന്റെ ജീവിതയാത്രയിൽ ദൈവത്തോട് ചേർന്നതുകൊണ്ടും വചനത്തോട് വിശ്വസ്ത പുലർത്തിയതുകൊണ്ടും കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്ന് നീ വിചാരിക്കരുത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവവൈതലിന്റെ ജീവിതത്തിൽ കഷ്ടതയുണ്ടാവും, സഹനമുണ്ടാവും, വേദനയുണ്ടാവും. പക്ഷെ ദൈവത്തോട് മറന്നിരിക്കാതെ ചേർന്ന് നിൽക്കുമ്പോൾ നിന്റെ അസ്ഥിയിൽ ഒന്നുപോലും തകർക്കപ്പെടാതെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വരുന്നത് എന്തിനു വേണ്ടിയാ? കഷ്ടത മാറണം, രോഗം മാറണം, അസ്വസ്ഥത മാറണം. പ്രാർത്ഥിക്കാൻ നല്ല കാര്യമാണ്. പക്ഷെ ഈ കഷ്ടതകളെ, ദുഃഖങ്ങളെ, വേദനകളെ എല്ലാം ക്രിസ്തു മാറോട് ചേർത്തതുപോലെ നീ മാറോട് ചേർക്കുമ്പോൾ അതെല്ലാം ദൈവം അനുഗ്രഹമാക്കി മാറ്റും. അതുകൊണ്ട് ഈ രാത്രിയോടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവവൈതലെ, നിന്റെ ജീവിതത്തെ നീ ഓർക്കുക. നിന്റെ ജീവിതത്തിൽ കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ ദൈവം നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നിനക്ക് സാധിക്കണം. നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് തോന്നുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? എന്നെ കർത്താവ് കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അതിൽ കൂടുതൽ എന്താ ഒരു മനുഷ്യൻ ലോകത്ത് വേണ്ടത്? നിന്നെ നിന്റെ ദൈവം കാണുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതാണ് മനുഷ്യൻ, ഈ ലോകത്തെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അത് ആവശ്യം. ഒരുപക്ഷെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കുന്ന നിമിഷങ്ങളിൽ നിന്റെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ നിന്നിൽ നിന്ന് അകന്നു പോകും. അവിടെ പ്രിയപ്പെട്ട ദൈവമകളെ രാത്രിയുടെ യാമങ്ങളിൽ ഓർക്കുക. കർത്താവിന്റെ വചനത്തോട് വിശ്വസ്തതാപൂർവ്വം യാത്ര ചെയ്യുന്ന നിന്റെ ജീവിതത്തിൽ കഷ്ടതകളും ദുഃഖങ്ങളും വേദനകളും ഉണ്ടാവും. പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് തന്നെ മോചിപ്പിക്കും എന്ന വചനം പറയുക. എന്നെ മോചിപ്പിക്കും തീർച്ചയായിട്ടും. നിന്റെ അസ്ഥികളെ കാത്തു സൂക്ഷിക്കുന്ന കർത്താവ് അവയിൽ ഒന്നുപോലെ തകർക്കപ്പെടാനായിട്ട് അവിടെ അനുവദിക്കുക. അതുകൊണ്ട് ജീവിതത്തിന്റെ വേദനകളിലൂടെയും കഷ്ടതകളുടെയും ഒക്കെ ഒരുവൻ കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളുക, നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ കാക്കുന്ന, നിന്റെ അസ്ഥയിൽ ഒന്നുപോലും തകർക്കപ്പെടാതെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നിനക്കുണ്ട് എന്ന് നീ വിശ്വസിച്ചാൽ, ആ ദൈവത്തോട് വിശ്വസ്തയോടെ നീ യാത്ര ചെയ്താൽ ദൈവം നിന്നെ സംരക്ഷിക്കും, നിനക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്യും. വീണ്ടും സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മനുഷ്യന്റെ പാതകളെ നയിക്കുന്നത് കർത്താവാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല.
കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ പാതകളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവരെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ നശിക്കുകയില്ല, കാരണം കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ കൂടത്തിലുള്ള ഒരു ബാച്ചുകാരനായ വൈദികൻ ബിജു അച്ഛനെ കാണാനായിട്ട് പരിചയപ്പെട്ടു. ബിജു അച്ഛൻ ഇപ്പോൾ വർക്ക് ചെയ്യുക അരുണാചൽ പ്രദേശത്താണ്. ഇപ്പോൾ ഈ അരുണാചൽ പ്രദേശത്ത് നിന്ന് അദ്ദേഹം ഒരു പട്ടം കൂടാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടത്തിൽ അരുണാചൽ പ്രദേശത്തു നിന്നുള്ള ഒരുപറ്റം ആൾക്കാർ കൂടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപറ്റം ആൾക്കാരുമായിട്ട് ഈ മനുഷ്യൻ ഈ കേരളത്തിലെ പട്ടത്തിന് വന്നപ്പോൾ, പട്ടം കൂടാനായിട്ട് വന്ന അവസരത്തിൽ ഞാൻ ചോദിച്ചു, ബിജു അച്ഛൻ എന്താണ്, ഒരു സംഘവുമായിട്ടാണല്ലോ ബിജു അച്ഛൻ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്ന്. അപ്പോൾ ബിജു അച്ഛൻ പറഞ്ഞു, അച്ഛാ, ഈ കൂടത്തിലുള്ള വ്യക്തികൾക്കൊക്കെ കർത്താവിൻ്റെ ശക്തമായ സംരക്ഷണത്തെക്കുറിച്ചും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നൂറുകണക്കിന് പറയാനായിട്ട് അനുഭവമുള്ള വ്യക്തികളായവർ. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് ഇവരുടെ കൂടെ വന്നിരിക്കുന്നത് പോലും അനേക ദിവസത്തെ ഉപവാസവും അതുപോലെ തന്നെയുള്ള പരിഹാര പ്രവർത്തനങ്ങൾ മൂലവും മാറ്റിവെച്ചിരിക്കുന്ന കാശ് സ്വരുക്കൂട്ടിയാണ് എൻ്റെ കൂടെ വന്നിരിക്കുക. അപ്പോൾ അതിലൊരാളെ എനിക്ക് പരിചയപ്പെടുത്താനായിട്ട് ഒരാളെ പരിചയപ്പെടുത്തി. ആ മനുഷ്യന് നോർത്ത് ഈസ്റ്റിലെ ഞങ്ങളുടെ ആശ്രമത്തിന് തൊട്ടടുത്ത് ഒരു ചെറിയൊരു കുടിലിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഈ ഒരു മനുഷ്യൻ ഒരിക്കൽ കുർബാന, ഇവിടെ നമുക്കറിയാം നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മലയിടുക്കുകളാണ്. അപ്പോൾ മലയിടുക്കിൻ്റെ ഈ അച്ഛൻ താമസിക്കുന്ന ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100, 300, 400 അടി പൊക്കത്ത് കയറി പോയൊരു സമുദായത്തിൽ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ജീപ്പിൽ ഒക്കെ കയറി പോകുക എന്ന് പറഞ്ഞാൽ ദുർഘടമായ യാത്രയാണ്. അപ്പോൾ ഒരിക്കൽ ഈ അച്ഛനും ഈ മനുഷ്യനും കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന അവസരത്തിൽ പെട്ടെന്ന് ഈ വണ്ടി ഒരു 400 അടിയോ 300 അടി പൊക്കത്തിൽ നിന്ന് ഈ വണ്ടി പെട്ടെന്ന് ചെരിഞ്ഞ് താഴേക്ക് പോയി. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ എന്തോ ബൈ ചാൻസിൽ ആ റോഡിൽ തന്നെ വീഴാനായിട്ട് ഇടവന്നു. പക്ഷേ ഈ മനുഷ്യൻ ഈ 400 അടി 500 അടി താഴ്ചയ്ക്ക് തെറിച്ചു പോയി. അപ്പോൾ തെറിച്ചു പോകുന്ന അവസരത്തിൽ ഈ മനുഷ്യൻ പറഞ്ഞു, ഈശോയെ എന്നെ രക്ഷിക്കണം. അപ്പോൾ ഈശോ എൻ്റെ മനസ്സിൽ യാത്ര പറഞ്ഞു, ഈശോയെ എന്നെ രക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെ തെറിച്ചു പോകുന്ന അവസരത്തിൽ അദ്ദേഹം പെട്ടെന്ന് ഒരു വലിയ മരത്തിൻ്റെ കൊമ്പിൽ അദ്ദേഹത്തിൻ്റെ ഷർട്ട് കോളറായിട്ട് ഇങ്ങനെ ഉടക്കി അവിടെ കിടന്നു. അപ്പോൾ 100-400 അടിയിലോട്ടൊക്കെ ഒന്ന് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടി പോലും കിട്ടിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഈശോയെ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് മനസ്സിൽ വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞ അവസരത്തിൽ കർത്താവ് അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ഒരു മരത്തിൻ്റെ ചില്ലയിലെ ചെറിയൊരു കമ്പിൽ ഈ കോളർ തൂക്കിയിട്ട് അവനെ രക്ഷിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം അത്ര കണിശമാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിന്നെ രക്ഷിക്കാനായിട്ട് ആരുമില്ല, നിന്റെ കൂടത്തിൽ ആരുമില്ല എന്ന് നീ തോന്നുന്ന നിമിഷങ്ങളിൽ പോലും നിന്നെ സംരക്ഷിക്കുവാനും അത്ഭുതകരമായി സംരക്ഷിക്കുവാനും നിന്റെ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവപൈതലെ, ദൈവത്തോട് ചേർന്ന് നീ യാത്ര ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നീ വിശ്വസിക്കുമ്പോൾ, നീ ഓർത്തുകൊള്ളുക, പ്രതിസന്ധികളുടെയും വേദനകളുടെയും കുത്തൊഴുകുന്ന നീരൊഴുക്കിലൂടെ നീ യാത്ര ചെയ്താലും അവിടെ നിന്നെ സഹായിക്കാൻ, നിനക്ക് സാമീപ്യമേകുവാൻ, നിനക്ക് കരുത്തേകാൻ നിന്റെ ശക്തനായ കർത്താവ് നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോട് ഉറച്ച് നീ യാത്ര ചെയ്യുക എന്ന് വചനം എന്നോട് പറയുകയാണ്. വചനം ഒന്നുകൂടെ പറയാം. സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 23-ഉം 24-ഉം വാക്യം. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവരെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവിന്റെ കയ്യിൽ അവൻ സുരക്ഷിതനായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ഒന്ന് ഉയർത്തിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ശക്തമായ സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കാം. നിന്നെ സംരക്ഷിക്കുന്ന
നിന്നെ കാക്കുന്ന ഒരു ശക്തനായ ദൈവം നിനക്കുണ്ട്. നീ വിശ്വസിക്കുക. ഈ രാത്രിയുടെ യാമങ്ങളിൽ നീ നിന്റെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം അവൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. വേദനയോടും ദുഃഖത്തോടും കൂടി ആയിരിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിമിഷം നിൽക്കുക. ഈശോയെ, കടബാധ്യതകൾ മൂലം ഇനി എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. കിടക്കുന്ന വീട് പണയം വെച്ചു അതിന് ജപ്തിയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. ഈശോയെ, കടബാധ്യതകളൊക്കെ തീരണമെന്നുണ്ട്. എൻ്റെ ഒരിറ്റ് ഭൂമി വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് എൻ്റെ കടബാധ്യതകളൊക്കെ തീർന്ന് ശാന്തമായി കിടന്നുറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. ഈശോയെ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, കയ്യിലുള്ള കാശെല്ലാം മുടക്കി പഠിപ്പിച്ചു. ഉയർന്നൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടി എല്ലാം പഠിപ്പിച്ചു. പക്ഷെ ഇന്ന് ഞങ്ങളുടെ കൈയും കാലിയായി. എൻ്റെ പ്രിയപ്പെട്ട മകന് മകൾക്ക് യോഗ്യമായൊരു ജോലി ഇതുവരെ ലഭിച്ചിട്ടില്ല. വിവാഹപ്രായമെത്തി 10, 35, 36 വയസ്സായിട്ടും എൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അനുയോജ്യമായ ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത വിധം വിഷമിച്ചു നിൽക്കുന്ന മക്കൾ. ഇവിടെ ഒരു നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സ്ഥലങ്ങളിലേക്ക് എല്ലാം നമുക്ക് സമർപ്പിക്കാം. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 7-ാം വാക്യം, ദൈവ ഭക്തരുടെ ചുറ്റും അവിടുത്തെ ദൂതന്മാർ പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. ഈശോയെ, ഈ യാത്രയുടെ യാമങ്ങളിൽ എൻ്റെ പ്രാർത്ഥനയും മറ്റൊന്നുമല്ല. എന്നെ സംരക്ഷിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളും ഏറ്റെടുക്കുന്ന ഒരു ശക്തനായ കർത്താവാണ് നീയെന്ന് വിശ്വസിക്കാൻ കഴിയ വിധം അത്ഭുതങ്ങളും അടയാളങ്ങളുമായി എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇടപെടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 10-ാം വാക്യത്തിൽ നീ പറയുന്നുണ്ട്, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് പറഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്ന, കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവ വൈദ്യന് ഒന്നിനും കുറവുണ്ടാകുകയില്ലെന്ന് വചനത്തിലൂടെ കർത്താവെ നീ പറയുന്നുണ്ടല്ലോ. ഈ യാത്രയുടെ യാമങ്ങളില് ദൈവമേ, നിന്റെ വചനത്തിന്റെ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുകയാണ്. വേദനിക്കുന്ന, ഒരിക്കലും ഉണക്കാൻ പറ്റുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന മുറിപ്പാടുകളുമായിട്ട് നിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുക കർത്താവേ. ഇതിനെയെല്ലാം അങ്ങയുടെ സ്നേഹത്തിന്റെ തൈലം കൊണ്ട് പൂശി അതിനെ ശുദ്ധിയാക്കണമേ, ശുദ്ധിയുള്ളതാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ദുഃഖങ്ങളും ആകുലതകളും ഏറ്റുപറയുക. ഈശോയെ, ഈ നിമിഷങ്ങളിൽ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണം. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണം. എനിക്ക് മറ്റാരുമില്ല എന്ന് നീ കർത്താവിന്റെ സന്നിധിയിൽ ആ വിധവ കരഞ്ഞ് അന്യായമായി വിധിക്കുന്ന ന്യായാധിപന്റെ മുമ്പിൽ വിധവ നിരന്തരം കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഒടുവിൽ ആ ന്യായാധിപൻ പറഞ്ഞു, അവൾ നിരന്തരം അപേക്ഷിക്കുന്നത് കൊണ്ട് അവളുടെ യാചന ഞാൻ കേൾക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രമാത്രം ക്രൂരനായ ഒരു ന്യായാധിപൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, നിങ്ങളെ സംരക്ഷിക്കാൻ മാത്രം അറിയുന്ന, നിങ്ങളോടൊപ്പം മാത്രം യാത്ര ചെയ്യുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, മകനെ മകളെ എന്ന് വിളിച്ച് സാധനപ്പെടുത്തുന്ന നിന്റെ ദൈവം ഈ അൾത്താരയുണ്ട്. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അതുകൊണ്ട് ദൈവങ്ങളെ, ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും നമുക്ക് ഉയർത്താം. ഒന്ന് സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ നിമിഷങ്ങളിൽ ഈ ദൈവമക്കളെ സ്പർശിക്കണമേ. ഈ നിമിഷങ്ങളിൽ ദൈവമക്കളെ സ്പർശിക്കണമേ. വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ, സ്പർശിക്കണമേ, യേശുവെ സ്പർശിക്കണമേ. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 8-ാം വാക്യം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് പറഞ്ഞേക്കാം. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന്
എടുത്തു മാറ്റണമേ. ദുശീലങ്ങള് എടുത്തു മാറ്റണമേ. യേശുവിന്റെ കുരിശിന്റെ ശക്തിയാൽ, യേശുവിന്റെ കുരിശിന്റെ ശക്തിയാൽ, യേശുവിന്റെ കുരിശിന്റെ ശക്തിയാൽ ദുശീലങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവവൈദ്യരും വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ വിടുതലും വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ ദൈവവൈദ്യരും വിടുതൽ പ്രാപിക്കട്ടെ. ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ, ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. ദുശീലങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. കർത്താവായ ഈശോയെ, ഈ നിമിഷങ്ങളിൽ കടബാധ്യതകൾ മൂലം ക്ലേശിക്കുന്ന എല്ലാ ദൈവങ്ങളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവവൈദ്യരെ, നീ വിശ്വസിക്ക്. നിന്റെ കടബാധ്യതകളെ യേശു എടുത്തു മാറ്റുന്നു. നിന്റെ കടബാധ്യതകളെ യേശു എടുത്തു മാറ്റുന്നു. രോഗങ്ങൾ മൂലം പീഡ അനുഭവിക്കുന്ന എല്ലാ ദൈവങ്ങളെയും ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കാം. ഒരുപക്ഷെ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ രോഗിയായി കിടക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, ഈ രോഗാവസ്ഥയില് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, എന്റെ പ്രിയപ്പെട്ടവരെ ഈ നിമിഷങ്ങളിൽ കർത്താവെ നീ സ്പർശിക്കണമേ. കർത്താവെ നീ സ്പർശിക്കണമേ. കർത്താവെ നീ സ്പർശിക്കണമേ. കർത്താവെ നീ സ്പർശിക്കണമേ. നിന്റെ സൗഖ്യം, നിന്റെ അത്ഭുതമായ സൗഖ്യം ഈ നിമിഷങ്ങളിൽ തളർന്നു കിടക്കുന്ന രോഗികളുടെ മേൽ സ്പർശിക്കണമേ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ നസ്രായനായ യേശുവേ, ഈ നിമിഷങ്ങളിൽ രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്ന ദൈവമകനെ ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി കടന്നു ചെന്നുകൊണ്ട് സൗഖ്യപ്പെടുത്തട്ടെ. വിശ്വസിക്കാം. ഈ നിമിഷങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഒരു സഹന കർത്താവിന് വേണ്ടി ഏറ്റെടുക്കാം. ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നിങ്ങളുടെ വേദനകളും കഷ്ടതകളും കർത്താവ് കാണുമ്പോൾ യേശുവിന്റെ സൗഖ്യമായ വിടുതൽ ഈ നിമിഷങ്ങളിൽ നിങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് കരങ്ങളൊക്കെ ഉയർത്തുമ്പോൾ ഇച്ചിരി വേദനയൊക്കെ അനുഭവപ്പെടും, ഒരു കഴപ്പൊക്കെ അനുഭവപ്പെടും. പക്ഷെ സാരമില്ല. കർത്താവിനോട് ചേർന്ന് നിൽക്ക്. നീ വിശ്വസിക്ക്. കർത്താവിന്റെ സഹനത്തെ സമർപ്പിക്ക്. ആ നിമിഷങ്ങളിൽ ദൈവം ശക്തമായ അനുഗ്രഹമായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ദൈവം ഇറങ്ങി വരുന്ന സ്വർഗീയ നിമിഷമാണിത്. ഈ അൾത്താരയില് ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചു നിൽപ്പുണ്ട്. മുട്ടിത്തുറങ്ങും. കർത്താവ് സ്ഥലം നമുക്ക് മുട്ടാം, അവിടെ തുറക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നുണ്ട്. നീ ഹൃദയ കവാടം തുറന്നു കൊടുക്കണം. ഒപ്പം കർത്താവിനോട് നീ വിളിച്ചു പറയണം, ഈശോയെ എന്റെ ജീവിതത്തിൽ ഇടപെടണം. ഈശോയെ നീ എന്റെ ജീവിതത്തിൽ ഇടപെടണം. ഈശോയെ നീ എന്റെ ജീവിതത്തിൽ ഇടപെടണം. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ദൈവം ഇടപെടുന്ന നിമിഷമാക്കി മാറ്റാം. ഭാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ. ഭാഷാപരത്തോടെ ശ്രദ്ധിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ പെരുവെള്ളത്തിൽ ഇരമ്പൽ പോലെ നമ്മുടെ സ്തുതികൾ ഉയരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. ദൈവത്തിന്റെ ആത്മാവ് ഈ നിമിഷത്തിൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, ദൈവാത്മാവേ ഇറങ്ങി വരണമേ. ദൈവാത്മാവേ ഇറങ്ങി വരണമേ. ദൈവാത്മാവേ ഇറങ്ങി വരണമേ. ശ്രീഹന്മാർ നിർത്തിയതുപോലെ
പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നീതി അങ്ങയോടുകൂടി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നീതി അങ്ങയോടുകൂടി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നീതി അങ്ങയോടുകൂടി നിങ്ങളുടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വിശ്വസിക്ക് വിശ്വസിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ നിമിഷങ്ങളിൽ അനുഭവിക്കട്ടെ 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 പരിശുദ്ധ അമ്മയുടെ സുഗന്ധം സുഗന്ധം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു സുഗന്ധം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു സാധിക്കുന്നു വിശ്വസിക്ക് 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 പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വിശ്വസിക്ക് ഈ നിമിഷങ്ങളിൽ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് സകല വിശുദ്ധ സാന്നിധ്യം 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 വിശ്വസിക്ക് 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 ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ശാന്തമായിട്ട് കർത്താവിന്റെ സന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിമിഷങ്ങളിലെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ശക്തമായ സംരക്ഷണത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ വചനത്തോട് വിശ്വസ്ത പുലർത്തുന്ന ഒരു ദൈവവൈദ്യരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകും. നീ നിന്റെ ദൈവത്തിന്റെ സംരക്ഷണയിൽ വിശ്വസിക്കണം. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവരും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവരും ഭാഗ്യവാനാണ്. അപ്പൊ അങ്ങനെയുള്ള ഭാഗ്യം അനുഭവിക്കാനായിട്ട് വിളിക്കപ്പെടാനാണ് ഓരോ ക്രിസ്ത്യാനിയും. അവിടെ ദൈവത്തിന്റെ തണലിൽ വിശ്വസിക്കാനും ദൈവത്തിന്റെ തണലിൽ ആശ്രയിക്കാനായിട്ടും നീ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളിലും വേദനകളിലും സഹനങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം കടന്നു വരും. അവിടെ നിന്നെ രക്ഷിക്കും. ദൈവത്തില് തകർക്കപ്പെടാനായിട്ട് അവന്റെ ജീവിതത്തിൽ തകർച്ചകളും വേദനകളും എല്ലാം സംഖ്യാതീതമായി കടന്നു വന്നാലും അതിൽ നല്ല കർത്താവിനെ മോചിപ്പിക്കുമെന്നാണ് സുവിശേഷം പറയുക. അവിടെ ആകാശവും ഭൂമിയും കടന്നു പോയാലും കർത്താവ് പറഞ്ഞ വാക്കിന് ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല. അവിടെ പ്രിയപ്പെട്ട ദൈവമകനെ മകളെ, കർത്താവിന്റെ വചനത്തിന് നമുക്ക് വിശ്വസിക്കാം.